കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ വനമേഖലയിൽ കൂടി കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അച്ചൻകോവിൽ ആറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. രാവിലെ 5:30 കിളിമാനൂരിൽ നിന്ന് യാത്ര തുടങ്ങി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 2 ക്ഷേത്രങ്ങളും തെന്മല ഡാമും കുറ്റാലം വെള്ളച്ചാട്ടവും കൂടാതെ യാത്രയ്ക്കിടയിൽ കണ്ട ചില രസകരങ്ങളായ സംഭവങ്ങളും അച്ചൻകോവിൽ വനത്തിൽ കൂടിയുള്ള യാത്രയും ചേർന്നതാണ് ഇന്നത്തെ വീഡിയോ. അച്ചൻകോവിൽ വനത്തിനുള്ളിൽ കൂടിയുള്ള യാത്ര പ്രകൃതി സ്നേഹികൾക്കും വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരനുഭവമായിരിക്കും. പരശുരാമൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രം. ശബരിമല, കാന്തമല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ. കിളിമാനൂരിൽ നിന്നും തെന്മല വഴിയും പുനലൂർ വഴിയും അച്ചൻകോവിലേക്ക് പോകാം. പുനലൂർ വഴി പോകുമ്പോൾ അലിമുക്ക് വഴി 40 കിലോമീറ്ററോളം വനപാതയിലൂടെ സഞ്ചരിച്ചാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തുന്നത്. വളരെക്കാലം സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന അലിമുക്ക് അച്ചൻകോവിൽ റോഡ് 2021 നവീകരണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. പുനലൂർ, അച്ചൻകോവിൽ, കോന്നി എന്നീ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. തെന്മല വഴി പോകുമ്പോൾ മടത്തറ, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് വഴി തമിഴ്നാട്ടിലിറങ്ങി ചെങ്കോട്ടയിലെത്തിയിട്ടാണ് അച്ചൻകോവിലേക്ക് പോകുന്നത്. ചെങ്കോട്ടയിൽ നിന്നും അച്ചൻകോവിലേക്ക് പോകുന്ന വഴിയിൽ തിരുമലൈ മുരുകൻ കോവിലിൽ കയറി ദർശനവും നടത്താം. ചെങ്കോട്ടയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് തെങ്കാശിയിലേക്കുള്ളത്. തെങ്കാശിയിലേക്ക് പോയാൽ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം നടത്താം. കൂടാതെ കുറ്റാലം വെള്ളച്ചാട്ടവും കാണാം. അടുത്ത സമയത്ത് മടത്തറ നിന്നും തെങ്കാശി വരെ യാത്ര ചെയ്തതാണ്. ഇന്ന് ടീമായിട്ടാണ് പോകുന്നത്. മടത്തറ മുതൽ തെങ്കാശി വരെ സെയിം റൂട്ടാണെങ്കിലും ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളായിരിക്കുമെന്ന കണക്കുകൂട്ടലിൽ ടീമിനൊപ്പം ചേർന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നായ കുളത്തൂപ്പുഴ ബാലശാസ്ത ക്ഷേത്രത്തിലാണ് ആദ്യം എത്തിയത്. കുളത്തൂപ്പുഴ ബാലശാസ്ത ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മീനൂട്ട്. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം തെന്മല ഡാമിന് മുന്നിലാണ് എത്തിയത്. തെന്മല ഡാമിന്റെ ദൂരക്കാഴ്ചയും കുരങ്ങുകളുടെ വികൃതിയും കണ്ട് അല്പസമയം അവിടെ ചെലവഴിച്ചു. തെന്മല നിന്നും 13 കണ്ണറ പാലത്തിന് മുന്നിൽ കൂടി ആര്യങ്കാവിലേക്കാണ് പോയത്. ആര്യങ്കാവിലെത്തിയപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നതിനാൽ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല. ആര്യങ്കാവ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. തമിഴ്നാട്ടിലെത്തിയാൽ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളും പ്രസന്നമായ കാലാവസ്ഥയും. ചെങ്കോട്ടയിലെത്തിയിട്ടാണ് അച്ചൻകോവിലേക്ക് പോകേണ്ടത്. ചെങ്കോട്ടയിൽ നിന്നും നേരെ തെങ്കാശിയിലേക്കാണ് പോയത്. കാശി വിശ്വനാഥ ക്ഷേത്രമാണ് തെങ്കാശിയിലെ പ്രധാന ആകർഷണം. മനോഹരങ്ങളായ ശില്പങ്ങൾ കൊത്തിവെച്ച ഗോപുരങ്ങളോടുകൂടിയ അതിസുന്ദരമായ ഒരു ശിവക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും കുറ്റാലം വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടിയാണ് പോയത്. കുറ്റാലം വെള്ളച്ചാട്ടം കാണുവാൻ നല്ല തിരക്കായിരുന്നതുകൊണ്ട് പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിന് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് വാഹനത്തിന് പോകുവാൻ അനുവാദമുണ്ടായിരുന്നത്. പിന്നൊന്നും ആലോചിച്ചില്ല, നേരെ പുതിയ കുറ്റാലത്തേക്ക് വിട്ടു. കുറ്റാലത്ത് നിന്നും ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ് തമിഴ് മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന രസകരമായ ഈ കാഴ്ച കണ്ടത്. എന്റെ പോലും ഉണ്ട്. തിരുമലൈ കോവിലേക്ക് 8 കിലോമീറ്ററും അച്ചൻകോവിലേക്ക് 27 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ജംഗ്ഷനിൽ വണ്ടി നിർത്തി. ഒരു വീടിന് മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടാണ് അവിടേക്ക് ചെന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് നടത്തുന്ന അന്നദാനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
എല്ലാ ദിവസവും ഉണ്ടോ? മലയാളം தெரியுமா? ഞായർ മാത്രം. 1 മണിക്ക് മുമ്പ് തന്നെ തിരുമലൈ കോവിലെത്തി. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു മുരുകൻ ക്ഷേത്രമാണ് തിരുമലൈ കോവിൽ. തിരുമലൈ കോവിലും തിരുമലൈ കോവിലിൽ നിന്നുള്ള കാഴ്ചയുടെ ഭംഗിയും വർണ്ണനാതീതമാണ്. ഇനി അങ്ങോട്ട് അച്ചൻകോവിൽ വനത്തിൽ കൂടിയുള്ള യാത്രയാണ്. ധാരാളം മൃഗങ്ങളുള്ള വനമാണെങ്കിലും നല്ല തിരക്കുള്ള റോഡായതിനാൽ മൃഗങ്ങളെ കാണുവാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എല്ലാ സമയങ്ങളിലും അങ്ങനെ ആകണമെന്നില്ല. റോഡിൻ്റെ പല ഭാഗങ്ങളിലും അനിമൽ ക്രോസിംഗിൻ്റെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. തകർന്നു കിടക്കുന്നതും വീതി കുറഞ്ഞതുമായ റോഡായതുകൊണ്ട് വാഹനങ്ങൾ അധികം വരാത്തത് കൊണ്ടായിരിക്കാം അച്ചൻകോവിൽ കോന്നി റൂട്ടിൽ മൃഗങ്ങളെ കാണുവാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗതാഗതം നിയന്ത്രിക്കേണ്ടി വരുന്ന തരത്തിലുള്ള തിരക്കാണ് ഇന്ന് ഈ റൂട്ടിൽ അനുഭവപ്പെടുന്നത്. അച്ചൻകോവിലിൽ എത്തുന്നതിന് മുമ്പ് കാണുവാനുള്ള 2 വെള്ളച്ചാട്ടങ്ങളാണ് മണലാർ വെള്ളച്ചാട്ടവും കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും. കൂടാതെ കുഞ്ഞരുവികളുമുണ്ട്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് ആണത്. കഴിഞ്ഞ 6 മാസമായി സന്ദർശകരെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് കടത്തിവിടുന്നില്ലെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന കുരങ്ങുകളെയും മരത്തിന് മുകളിൽ കണ്ട മയിലുകളെയും മറ്റ് കാഴ്ചകളും കണ്ട് തൃപ്തിപ്പെട്ടു. അച്ചൻകോവിലിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ നദിയുടെ തീരത്താണ് പിന്നീട് എത്തിയത്. നദിയിലെ തെളിനീരിൽ ഇറങ്ങി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടായിരുന്നു പിന്നീടുള്ള യാത്ര. അച്ചൻകോവിലിൽ എത്താറായപ്പോഴേക്കും റോഡ് സൈഡിൽ ഒരു കാട്ടുപന്നി എന്തോ തിന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് അങ്ങോട്ട് ചെറിയ വീടുകളും ചെറിയ കടകളുമൊക്കെ കാണാമായിരുന്നു. നാല് 4:30 അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഞങ്ങൾ എത്തിയതിന് തൊട്ട് പിന്നാലെ പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നുമുള്ള അച്ചൻകോവിൽ ബസ്സും ക്ഷേത്രത്തിന് മുന്നിലെത്തി. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരോടൊപ്പമാണ് ശാസ്താവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഇവിടെ കുടുംബനാഥനായിട്ടാണ് കാണിക്കുന്നത്. മലയാളികളെക്കാൾ തമിഴ്നാട്ടുകാരാണ് കൂടുതലായും ഈ ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിനായി എത്തുന്നത്.
ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് 5:30 നിബിഡ വനത്തിനുള്ളിൽ കൂടി അലിമുക്ക് പുനലൂർ വഴി തിരികെയുള്ള യാത്ര. കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലുള്ള ചെമ്പനരുവി എന്ന സ്ഥലത്തേക്കുള്ള ബസ്സാണ് പോകുന്നത്.